ഹായ്, ഞാൻ ഷെബീൻ. ഞാൻ ഇന്ന് വന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലാണ്. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കാണ് മെയിനായിട്ടും, പിന്നെ വലിയ ആൾക്കാർ കഴിക്കുമെങ്കിൽ കഴിക്കും. പുട്ടിൽ കൊടുക്കുന്ന ഒരു കോമ്പിനേഷനാണ്. പുട്ടിന് സാധാരണ നമ്മുടെ തൃശ്ശൂരുകാരൻ മെയിൻ സാധനമുണ്ട്, മാംഗോ പുട്ട്, പുട്ടും മാങ്ങയും. ആ പുട്ടും മാങ്ങയിലേക്ക് ഒരു സോസ് ചെയ്തിട്ട് അതിന്റെ കോമ്പിനേഷൻ ചെയ്തിട്ട് നല്ല ഹെൽത്തി സാധനം, പക്ഷെ മെയിൻലി ഇവിടെ ഫോർ കിഡ്സ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോലെ അതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതാ ഞാൻ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിനൊക്കെ ഇതുണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നല്ല നല്ല റെസിപ്പി ഇനിയും ഞാൻ ഇതേപോലെ വ്യത്യസ്ത റെസിപ്പികളായിട്ട് ഇനിയും വരാം. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പൊ നമ്മളെല്ലാരും പൊതുവെ തൃശ്ശൂർ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് മാംഗോ പുട്ട്. മാംഗോ പുട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന നല്ല സാധനമാണ്, ഒരുപാട്. അപ്പൊ അതില് ആ മാംഗോ പുട്ട് ചെയ്യുന്നതിലേക്ക് ഞാൻ ഇപ്പോൾ കടല മിഠായി ഇതെവിടെ ചെയ്യുന്നു. മാംഗോ പുട്ട് പല ആളും പല രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്, ഞാൻ അങ്ങനെ ട്രഡീഷണലൊന്നും നോക്കുന്നില്ല. അപ്പോൾ കടല മിഠായി ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ പിന്നെ ഇത് മാംഗോ ഒന്നും ഇതേപോലെ തന്നെ ഒന്നുകൂടെ ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാംഗോ സൈഡിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുട്ടിൻ്റെ മിക്സിന് കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാംഗോൻ്റെ ഇതിനനുസരിച്ച് ചെയ്യാം. കുറച്ച് പുട്ടിൻ്റെ പൊടിക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ആവശ്യത്തിന് എല്ലാം എടുത്ത് വിടാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കുഴച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് വേണോ, എത്രത്തോളം വേണമെന്നുള്ള. പൊതുവെ പുട്ട് എല്ലാവരും ആക്കുന്നല്ലേ. അതാ ഈ രീതിയിൽ കൈക്കക്കായി ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുട്ടുപൊടി മാംഗോ ഇട്ടിട്ട് അതുപോലെ തന്നെ കടലമിഠായി ഇട്ടിട്ടുള്ള എന്താ പറയുക റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിൽ മെയിൻ ഐറ്റം ഈ സാധനമല്ല കേട്ടോ, ഇതിന്റെ സോസ് വരുന്നുണ്ട്, അത് കിഡു ഐറ്റമാണ്. ആ സോസ് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതിന്റെ കോമ്പിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്വിസ്റ്റിലേക്ക് പോയത്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പുട്ട് കുറ്റിയിലേക്ക് കയറ്റാം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് പുട്ട് എന്താ പറയുക ഞാനിപ്പോൾ ഒരു 3 ഇതാ ബ്ലോക്ക് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിന് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇത് 2-3 ലെയർ ആക്കിയിട്ടുണ്ട്. വലിയ ഹൈറ്റൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, കൂടുതൽ ഹൈറ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി ഇത് നമുക്ക് പുട്ട് ഇതിലേക്ക് വെക്കാം, ഗ്യാസിലേക്ക് വെക്കാം. അപ്പോൾ നമ്മളെ മാംഗോ പുട്ട് അവിടുന്ന് റെഡി ആകുന്നുണ്ട്. തൃശ്ശൂർക്കാരൻ മെയിൻ ഐറ്റമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ സോസിൻ്റെ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. സോസ് അടിപൊളി സാധനമാണ്. അപ്പോൾ സോസിലേക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പീനട്ട് എടുത്തിട്ടുണ്ടോ. ഈ പീനട്ട് ഞാൻ ഇവിടുന്ന് എനിക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ തൊലി കളഞ്ഞിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് പകുതി നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. അത് മതി, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ. അപ്പോൾ ഇത് പിന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിനെ. ഇത് നമുക്ക് കടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഇതേ മിക്സിൽ തന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ആ കാഷ്യൂ ഇതും കൂടെ ഇതിലിടാൻ, എന്നിട്ട് അതിൻ്റെ കൂടെ പഴവും കൂടെ ഇടാൻ കേട്ടോ. ഞാനിപ്പോൾ ഒരു റോബസ്റ്റ് പഴം ഫുൾ എടുത്തിട്ടുണ്ട്, ഈ ഒരു കപ്പ് പീനട്ടിന്. ഓക്കെ, ഇതും രണ്ടും കൂടെ ഒന്നിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാൻ. അപ്പോൾ പഴവും പീനട്ടും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ അടുത്ത ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. നല്ല ഹെൽത്തി സാധനമാണ്, കുട്ടികൾക്ക് പറ്റിയ സാധനം കേട്ടോ. സാധാരണ നമ്മൾ പുട്ടും കടലയൊക്കെ അല്ലേ കഴിച്ചാൽ, ഇതൊരു സ്വീറ്റ് സോസ്, സ്വീറ്റ് കറി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് 2 സ്പൂണിനായി പുട്ടിന്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി അടുത്ത പിന്നെ എന്താ പറയുക ഫ്രഷ് ക്രീം കേട്ടോ, ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ 1 സ്പൂണും കൂടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കിട്ടിയിട്ടില്ല കേട്ടോ, 1 സ്പൂണും കൂടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഇത് കുറച്ചും കൂടെ ക്രീം വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ സോസിൻ്റെ ഇതാ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ചെയ്തിപ്പോൾ സൂപ്പർ സാധനം, അടിപൊളി സോസ്, യമ്മി ആയിട്ടാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഏകദേശമായി. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എനിക്കിപ്പം കളർ ചേഞ്ച് ഇതിൽ എന്തെങ്കിലും വരുത്തണമെന്നുണ്ട്, ഞാൻ നോക്കട്ടെ. ഇത് നമ്മൾ സോസ് റെഡി. ഞാനൊന്നും കളർ ചെയ്തൊന്നും ചേർക്കുന്നൊന്നുമില്ല. ഞാനൊരു സൊല്യൂഷൻ കണ്ടിരുന്നില്ല ലാസ്റ്റ് ഇത് പ്ലേറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ചെറിയൊരു കളർ ചേഞ്ച് വരുത്താനുള്ള. അപ്പോൾ ഓക്കെ, നമുക്കതിന് അടുത്ത പുട്ട് എടുക്കാം കേട്ടോ. നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട്
എന്താ പറയുക ബ്ലാക്ക് പ്ലേറ്റ് എടുത്തു, ഒരു പുട്ട് വെച്ചു. അതിന് മുകളിലേക്ക് ഇത് നമ്മളെ സോസ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ രീതിയിൽ വേണം, നല്ലോണം സോസ് വേണം കേട്ടോ. ഈ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ നേരത്തെ പൊടിച്ച് വെച്ച പീനട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം മെയിനായിട്ട് ചെയ്തത്, വേറെ ആർക്കും അല്ല. കുട്ടികളുടെ ഞാനിപ്പോൾ മോന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തത്. ആൾ ഉറങ്ങിപ്പോയി ഇത് ചെയ്ത് തീരുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കുറച്ച് ഒരു നുട്ടല്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ചോക്ലേറ്റ്സ് എടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കൊടുക്കാം, അധികമൊന്നും വേണ്ട. അപ്പോൾ ഓക്കെ, ഞാനിത് കഴിച്ചിട്ട് ബാക്കി പറയാം. യെസ്, പ്ലേറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അപ്പുറത്ത് നല്ലൊരു സൗണ്ട് കേൾക്കുന്നു. മൂപ്പര് എണീറ്റിട്ട് വന്നതാണ്. അത് എണീറ്റിട്ടുള്ള കോലം നോക്കണം. അപ്പൊ ഞാൻ ഇത് കഴിക്കാം. ഞാൻ ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് എന്നുള്ള അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട് സാധനം കണ്ടിട്ടൊക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തോന്നുന്നല്ലേ? ഓക്കെ, ഇത് കുട്ടികൾക്ക് പറ്റിയ സാധനം കേട്ടോ. നിങ്ങള് പിന്നെ നമ്മളെ എന്താ പറയുക നോർമൽ സാധനമാണ്. പക്ഷെ ആ സോസും ഇതൊക്കെ പഴവും പീനട്ട് എല്ലാം ഹെൽത്തിയാണ്. പിന്നെ ചോക്ലേറ്റ് കൂടെ ഒന്ന് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തോ. മാംഗോ പുട്ട് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഈ സോസ് കോമ്പിനേഷന് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ എന്തായാലും. നല്ല സാധനമായിരിക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അത് ഞാൻ ഇപ്പം പ്രത്യേകം പറയുന്നത് കാരണം ഇത് കുട്ടികളുടെ ഐറ്റാണ്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇത് ഇതാ മാംഗോ ഇത് ഇങ്ങനെ ഈ ഇതെല്ലാം മിക്സ് ചെയ്ത് ചോക്ലേറ്റ് മിക്സ് ചെയ്യാം. അതിന്റെ സോസും നല്ല പീനട്ടിന്റെ കടിയൊക്കെ നന്നായി കിട്ടും. കടല അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? ഇതൊന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കണം. ഞാനിതൊന്ന് കാണിച്ചു തരാം. ഒന്ന് ഫോക്കസ് ചെയ്തോ. ഇത് അടുത്തുനിന്ന് നേരത്തെ കട്ട് ചെയ്യുന്ന മിക്സ് ഇതാക്കണ്ട. ഈ മിക്സിങ് നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. കുറേ ആക്കി ഇങ്ങനെയുള്ള മിക്സിങ് കാണുന്നത് ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ഇതെടുത്തിട്ട് കഴിക്കട്ടെ. വേണം ഞാൻ തിന്നട്ടെ. ഓനക്ക് ഞാൻ പിന്നെ കൊടുത്തോളൂ. ആഹാ, പുട്ടും പഴവും പീനട്ടും. മാംഗോന്റെ അത്ര ഫ്ലേവർ വന്നിട്ടില്ല, എന്താ അറിയില്ല. ചിലപ്പോൾ മാംഗോന്റെ ഇത് കമ്മിയായിരിക്കും. ഇപ്പൊ മാംഗോ കിട്ടുന്നുണ്ട് കേട്ടോ, ചെറുങ്ങനെ കിട്ടുന്നുണ്ട്. എന്നാലും മാംഗോന്റെ കുറവാണ് കേട്ടോ. നമ്മളാ സോസ് ഇഷ്ടമായിനെ മാംഗോ. പിന്നെ മാംഗോ പുട്ട് തൃശ്ശൂരിലൊക്കെ പല സ്റ്റൈലിൽ ചെയ്യാറുണ്ട്. അതിനാ നേരത്തെ പറയാൻ പറ്റും. ഈ പുട്ടും മാംഗോ മിക്സിയിൽ ഒരുമിച്ച് പൊടിച്ചിട്ട് ചെയ്യാറുണ്ട്. ഞാനിപ്പോ പുട്ടും മാംഗോ ക്രഷ് ചെയ്തിട്ട് ചെയ്തല്ലേ. അപ്പൊ അങ്ങനെ അത് പിന്നെ ആർക്കും അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. എന്നാലും അടിപൊളി. അനുഷ വേണോ? ഇങ്ങനെ നോക്കുമ്പോ ടൈമില്ലാത്ത പോലെ ആയിപ്പോയി. എന്നാ വേണോ? വേണ്ടേ? വേണ്ട. ഓക്കെ, മൂപ്പര് വാങ്ങിയിട്ടില്ല. എനിക്കൊന്ന് ഉറക്കത്തുനിന്ന് എണീറ്റോണ്ടായിരിക്കാം. എന്നാലും ഞാനിത് കഴിക്കട്ടെ. അടിപൊളി സാധനം. പുട്ടിന്റെ ഇടയിൽ കടലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ ഒരു സാധനം ഓർമ്മ വരുന്നത് ഏതെന്നാ, നമ്മളെ അവിൽ മിൽക്കില്ലേ, അവിൽ മിൽക്കിന്റെ ഒരു പാർഷ്യൽ കോമ്പിനേഷൻ ഇതിലുണ്ട്. എന്നുവെച്ചാൽ പഴവും പീനട്ടും, ബാക്കിയില്ല. അവിൽ മിൽക്കിന്റെ ചെറിയൊരു പോർഷൻ കിട്ടുന്നുണ്ട്. ബാക്കി നമ്മുടെ റൈസും മാംഗോ ഒക്കെ ഉള്ള കോമ്പിനേഷൻ. അപ്പൊ ഓക്കെ, ഞാൻ നിർത്തട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോ. അപ്പൊ മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇത് ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഫോളോ ചെയ്യാം. ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സഞ്ചറിലോ ഡൗട്ട് ഞാൻ പറ്റുവാണെങ്കിൽ എന്നെ ഓൺലൈൻ ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്തുതരാം. പിന്നെ അതുപോലെ തന്നെ എന്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള വെറൈറ്റി ഫുഡുകളായിട്ട് ഞാൻ ഇനിയും വരാം. നല്ല നല്ല വെറൈറ്റി ആയിട്ടൊക്കെ ഇനിയും വരാം. അപ്പൊ നമുക്ക് ടാറ്റ ബബായ് പറയണ്ടേ? ബബായ് പറയാ. ബബായ് പറയും. ആള് വർക്കിന്റെ ഹാഫ് മൂഡിലാ ഉള്ള അല്ലേ? വർക്കിലുള്ള വേണ ഞാനത് കൊടുക്കട്ടെ. ആൾക്ക് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ബബായ് പറയാം. കുറെ ടൈമായി പോയി.
അപ്പോ എല്ലാവരോടും ടാറ്റ. പിന്നെ എന്താ പറയാ, മറക്കട്ടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. അപ്പൊ ശരി.